മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് വിടവാങ്ങിയിരിക്കുന്നു. പ്രേം നസീറിന്റെ 4 മക്കളിൽ ഏക ആൺതരിയാണ് ഷാനവാസ്. ഷാനവാസിന് മുൻപ് 2 സഹോദരിമാരും അദ്ദേഹത്തിന് ശേഷം പിറന്ന ഒരു അനുജത്തിയുമാണുള്ളത്. തിരുവനന്തപുരത്ത് വഴുതക്കാടായിരുന്നു ഷാനവാസ് താമസിച്ചിരുന്നത്. 1980കളിൽ തിരുവനന്തപുരത്ത് നടന്ന ഷാനവാസിന്റെ വിവാഹത്തെക്കുറിച്ചാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഓർത്തെടുക്കുന്നത്. അക്കാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഹാളുകളിൽ ഒന്നിലായിരുന്നു ഷാനവാസിന്റെയും ഐഷ ബീവിയുടെയും വിവാഹം. ഇന്നത്തെ പോലെ സാങ്കേതികത ഇല്ലാതിരുന്നതിനാൽ വിവാഹം കാണണമെങ്കിൽ കല്യാണ പന്തലിൽ എത്തിച്ചേരണമായിരുന്നു. സ്ക്രീൻ വെച്ച് ആൾക്കൂട്ടത്തെ കാണിക്കാനുള്ള സംവിധാനവും അന്നില്ല. നസീർ ആകട്ടെ മലയാള സിനിമയിൽ തിളങ്ങുന്ന താരവും. വളരെയധികം VIP-കൾ ക്ഷണിതാക്കളായി എത്തിയ ചടങ്ങായിരുന്നു ഇത്. മകന്റെ വിവാഹമായിരുന്നെങ്കിലും തലേദിവസം മാത്രമേ പ്രേം നസീറിന് തിരക്കുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞുള്ളൂ. വിവാഹത്തിന് താരങ്ങളെയും ക്ഷണിതാക്കളെയും കാലം ഏറ്റവും കൂടുതൽ ആരാധകരായിരുന്നു. ആരാധകർ ഇടിച്ചു കയറാൻ തുടങ്ങിയതോടെ മാനേജർ എത്തി എങ്ങനെ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കും എന്ന ആശങ്ക പ്രേം നസീറുമായി പങ്കിട്ടു. പ്രേം നസീറിന് വേണമെങ്കിൽ പാറാവുകാരെ പണം മുടക്കി നിർത്തി ജനക്കൂട്ടത്തെ പറഞ്ഞയക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ പരിചയക്കാരെ കുറച്ചുപേരെ ഗേറ്റിനരികിൽ നിർത്തി ക്ഷണിതാക്കളെ മാത്രം അകത്തേക്ക് കയറ്റിവിടാമായിരുന്നു. അതൊന്നും ചെയ്യാൻ പ്രേം നസീർ മുതിർന്നില്ല. അദ്ദേഹം എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിട്ടു. ക്ഷണിതാക്കളും അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ആരാധകരും ചേർന്നുള്ള ആയിരക്കണക്കിന് പേർ ചടങ്ങിൽ വരുമെന്ന് പ്രേം നസീർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹം 1500 പേർക്കുള്ള അധിക ബിരിയാണി കരുതിയിരുന്നു. അതിനാൽ വന്നവർ ആർക്കും തന്നെ നിരാശരാകേണ്ടി വന്നിട്ടില്ല. എന്നു മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവരുടെ വയറും മനസ്സും നിറഞ്ഞു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി.